Welcome dear students to my next class. In this class we can solve a problem. A limited has an overall PV ratio of 60% if the variable cost of a product is rupees 10. What will be the selling price? ഇവിടെ നമുക്ക് ഓവറോൾ പി വി റേഷ്യോ തന്നിട്ടുണ്ട് 60%. ഓവറോൾ പി വി റേഷ്യോ തന്നിട്ടുണ്ട് 60%. PV ratio is the ratio shows the relation between contribution divided by sales into 100. അപ്പോൾ PV ratio എന്ന് പറയുന്നത് 60% ആണ്. ഓവറോൾ PV ratio 60% ആണ്. അപ്പോൾ PV ratio എന്ന് പറയുന്നത് contribution divided by sales into 100 ആണ്. അപ്പോൾ നമുക്ക് contribution divided by sales into 100, that is PV ratio is equal to 60%. So we can assume sales as 100. നമ്മളിപ്പോ സെയിൽസിനെ 100 ആയിട്ട് എടുക്കുകയാണ്. അതിനകത്ത് കോൺട്രിബ്യൂഷൻ 60% ആണ്. സെയിൽസ് ഇസ് ഈക്വൽ ടു 100. കോൺട്രിബ്യൂഷൻ സെയിൽസില് കോൺട്രിബ്യൂഷൻ 60% ആണ്. കോൺട്രിബ്യൂഷൻ 60% ആണ്. സോ variable cost will be 40%. That is sales minus contribution. Variable cost is equal to sales minus contribution. നമുക്കറിയാം contribution എന്ന് പറയുന്നത് sales minus variable cost ആണ്. അങ്ങനെയാണെങ്കിൽ variable cost കാണാൻ sales minus contribution. അപ്പൊ നമുക്ക് 40% ആണ് വേരിയബിൾ കോസ്റ്റ് വരാം. റുപ്പീസ് വരുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 40% എന്ന് പറയുന്നത് 100ൽ എത്രയാണ്? 40 ആണ്. വേരിയബിൾ കോസ്റ്റ് 40 ആണ്. പക്ഷെ പ്രോബ്ലത്തിൽ പറയുന്നത് if the variable cost of a product is 10%, വേരിയബിൾ കോസ്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് 10% ആണ് എങ്കിൽ വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ്? അപ്പൊ 40 ആണ് നമ്മുടെ ഓവറോൾ വേരിയബിൾ കോസ്റ്റ്. അത് നമ്മൾ 10 ആക്കാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40ൽ നിന്ന് 10ലേക്ക് വരാണ്. അപ്പൊ എത്ര പെർസെന്റേജ് ഡിക്രീസ് ചെയ്യണമെന്ന് കണ്ടാൽ മതി. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഡിക്രീസ്ഡ് റുപ്പീസ് 10. 10 എന്ന് പറയുമ്പോൾ 10/40 into 100. അപ്പോ 40 ഉണ്ടായിരുന്ന വേരിയബിൾ കോസ്റ്റ് 10 ആക്കി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് 25% ആണ് കുറയാണെങ്കിൽ, ദാറ്റ് ഈസ് 25% വേരിയബിൾ കോസ്റ്റ് ആണ്. 25% വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40യുടെ 25%, ദാറ്റ് ഈസ് 10 ആക്കി കുറയ്ക്കാണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് വിൽ ഓൾസോ ബി ഡിക്രീസ്. സെല്ലിംഗ് പ്രൈസ് 100 ആണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് 40 ആയിരുന്നത് 25% കുറച്ച് 10 ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസും 25% ആയിരിക്കും. 25% ആയിരിക്കും അതിന്റെ. അപ്പൊ 100ന്റെ 25%, ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 25. വേരിയബിൾ കോസ്റ്റ് 40 ആയിരുന്നു, ഇപ്പോ 10 ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് 25% കുറച്ചിട്ടാണ് നമ്മൾ 10 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 100ൽ നിന്നും 25% ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 25% ആയിരിക്കും. 100ന്റെ 25%. ഇൻ ദിസ് പ്രോബ്ലം സം particulars are given. They are sales 10,000 units at rupees 30 each. 10,000 units at rupees 30 each, 3 lakhs. Sales amounted to rupees 3 lakhs. The next one, material rupees 1 lakh. Labor rupees 60,000. Variable overhead 40,000. Fixed overhead 40,000. Total expenses 2,40,000. Sales minus expenses 60,000 is the net profit. The particulars are given in the problem. Calculate number of units by selling. The company will neither profit or lose anything. The number of units by selling the company will neither profit or lose. അതായത് എത്ര യൂണിറ്റ് വിൽക്കുമ്പോഴാണ് കമ്പനിക്ക് ലോസും പ്രോഫിറ്റും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? BEP കാണാനാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ BEP കാണണം. സെക്കൻഡ് വൺ പറയാണ് ദ എക്സ്ട്രാ യൂണിറ്റ് വിച്ച് ഷുഡ് ബി സോൾഡ്. എത്ര എക്സ്ട്രാ യൂണിറ്റ് വിൽക്കണം ടു ഒബ്റ്റെയിൻ ദ പ്രസന്റ് പ്രോഫിറ്റ്. ഈ കിട്ടുന്ന 60,000 കിട്ടണമെങ്കിൽ, 60,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസ് 20% ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ
നമുക്ക് ഈ പ്രസന്റ് പ്രോഫിറ്റ് കിട്ടാൻ എത്ര എക്സ്ട്രാ യൂണിറ്റ് വിൽക്കണം, എത്ര എക്സ്ട്രാ യൂണിറ്റ് വിൽക്കുമ്പോഴാണ് ഈ പ്രസന്റ് പ്രോഫിറ്റ് കിട്ടുക നമുക്ക്. അതോടൊപ്പം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 20% കുറയുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് എത്ര യൂണിറ്റ് വിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The next one, the selling price to be fixed to bring down to its BEP to 2000 unit under present condition. BEP 2000 unit കുറയ്ക്കുകയാണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്? ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് നമുക്ക് BEP കാണാനാണ്. അപ്പൊ BEP കാണാം. BEP is equal to break even point is equal to fixed cost divided by contribution. Fixed cost divided by contribution. BEP is equal to fixed cost divided by contribution. ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം. എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് is equal to 40,000. Directly given. Fixed cost is equal to 40,000. But contribution, we have no contribution. Contribution is equal to S minus V. Contribution is equal to S minus V. So we can calculate contribution. Variable cost. Variable cost കണ്ടുപിടിക്കാൻ നമുക്ക് അടുത്തതായിട്ട് വേരിയബിൾ കോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ, ലേബർ ആൻഡ് വേരിയബിൾ ഓവർഹെഡ് മൂന്നും കൂടി ആഡ് ചെയ്യാം. മെറ്റീരിയൽ 60,000, sorry 1 lakh, material 1 lakh plus 60,000 plus 40,000. These are all variable expenses. എല്ലാ യൂണിറ്റിലായോണ്ട് നമ്മൾ ഇവിടെ യൂണിറ്റിൽ തന്നെ കണ്ടാൽ മതി വേരിയബിൾ കോസ്റ്റ് കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എമൗണ്ടിൽ, വേരിയബിൾ കോസ്റ്റ് നമ്മളിവിടെ യൂണിറ്റ്സ്. ഫിക്സഡ് കോസ്റ്റ് അവിടെ നമ്മൾ റുപ്പീസിൽ കണ്ടാൽ മതി, പക്ഷെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ യൂണിറ്റിലാണ് കാണാം. നമുക്ക് സെയിൽസിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട് അല്ലെ, നമുക്ക് 30 വെച്ചിട്ട് ചെയ്യാം. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1 lakh plus 60,000 plus 40,000. നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റ്സ് വരുന്നത് 10,000 യൂണിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ 10,000. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1 lakh plus 60,000 plus 40,000, 2 lakh divided by 10,000, that is equal to 20. 2 lakhs divided by 10,000, that is equal to 20 per unit. അപ്പൊ നമുക്ക് സെയിൽസിന്റെ അറിയാം, ഫിക്സഡ് കോസ്റ്റ് അറിയാം. അപ്പൊ നമുക്ക് ഇനി കോൺട്രിബ്യൂഷൻ കാണാം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു എസ് മൈനസ് വി. എസ് ഇസ് ഈക്വൽ ടു 30 ആണ് അല്ലെ. എസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30, വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 20. സോ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 10. Contribution is equal to 10 per unit. Contribution is equal to 10 per unit. നമുക്കിനി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. BP is equal to fixed cost 40,000. Fixed cost 40,000 divided by contribution 10. So BP in units. BP is equal to 40,000 divided by 10. That is 4,000 units. Then next നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് the extra unit which should be sold to obtain a present profit if it is proposed to reduce the selling price by 20%. നമുക്ക് ഇപ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുമ്പോൾ, ഇപ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുമ്പോൾ ഈ പ്രസന്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, ഇപ്പോഴത്തെ ഈ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ 30 ആയിരുന്നു നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, അതിൽ നിന്ന് 20% കുറയ്ക്കുകയാണെങ്കിൽ ഈ നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് വിൽക്കണം? വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ 30 ആണ്, ഈ 30 നമ്മൾ 20% കുറയ്ക്കുകയാണ്. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ ഈ പ്രസന്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, ഈ 60,000 പ്രസന്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. Extra units to be sold. Extra units to be sold for 60,000 profit. 60,000 profit. 60,000 profit കിട്ടണമെങ്കിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ വിൽക്കണം? The present selling price is equal to 30. Present selling price 30. So we can reduce the selling price 20%.
ഇനി നമ്മൾ 20% സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കാൻ പോവാണ്. 30യുടെ 20%. 30യുടെ 20% എത്രയാ? 6. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 24 സെയിൽസ് മൈനസ് റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ നമ്മുടെ സെയിൽസ് വരുന്നത് പ്രസന്റ് സെയിൽസ്, പ്രൊപ്പോസ്ഡ് സെയിൽസ് നമ്മൾ ഇനി സെല്ലിംഗ് പ്രൈസ് നമ്മുടെ എത്രയായിട്ട് മാറും? 24 ആണ് അവർ പ്രൊപ്പോസ്ഡ് സെല്ലിംഗ് പ്രൈസ്. അവർ പ്രൊപ്പോസ്ഡ് സെല്ലിംഗ് പ്രൈസ് വിൽ ബി 24. ഇനി നമ്മൾക്ക് കാണേണ്ടത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ്, പ്രൊപ്പോസൽ സെല്ലിംഗ് പ്രൈസ് എത്രയാവും? 24 ആവും. അപ്പൊ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് നമുക്ക് മൈനസ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട്? എത്രയാണ്? 20 ആണ്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 4. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4. ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എത്ര എക്സ്ട്രാ യൂണിറ്റ് വിൽക്കുമ്പോഴാണ് 60,000 പ്രോഫിറ്റ് കിട്ടുക? നമ്മുടെ ഫോർമുല ചേഞ്ച് ആവും. BEP is equal to fixed cost plus profit divided by contribution. Fixed cost plus profit divided by contribution. Fixed cost എത്രയാണ് നമുക്കറിയാം. Fixed cost is equal to 40,000 plus profit എത്രയാണ്? ഡിസൈഡ് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് 60,000 divided by contribution per unit 4. So 40,000 plus 60,000 is equal to 1 lakh divided by 4 is equal to 25,000. The extra unit to be sold 20. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് the selling price to be fixed. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഫിക്സ് ചെയ്യുക? To bring down its BEP to 2000 യൂണിറ്റ്. BEP 2000 യൂണിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, BEP 2000 യൂണിറ്റ് ആണെങ്കിൽ എത്രയായിരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനാണ് ചോദ്യം. നമുക്കറിയാം BEP എന്ന് പറയുന്നത് is the point at which the company has no profit or no loss. Otherwise the total sales is equal to total cost. Total sales or selling price is equal to cost price. അതായത് ഈ BEP എന്നുള്ള പോയിന്റിനെ നമുക്ക് no profit or no loss എന്ന് പറയാം. No profit or no loss. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? BEP is equal to കോസ്റ്റ് പ്രൈസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് BEP. ആ പോയിന്റിൽ വെച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, നമുക്ക് ലോസ് ഉണ്ടാവില്ല. അതാണ് BEP. ഇവിടെ പറയുന്നത് BEP 2000 യൂണിറ്റ് ആയിട്ട് കുറയുകയാണെങ്കിൽ, BEP 2000 യൂണിറ്റ് ആണെങ്കിൽ എത്രയായിരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം? അപ്പൊ നമുക്ക് ഇവിടെ BEP നമുക്കറിയാം 2000 യൂണിറ്റ് ആയിട്ട് നമ്മൾ കുറയ്ക്കാൻ പോവാണ്. ദെൻ കോസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു പരിധി വരെ അറിയാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് പറയാം? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ നമ്മളിവിടെ യൂണിറ്റിൽ കണ്ടാൽ മതി. നമുക്ക് യൂണിറ്റ് അല്ലേ BEP പറഞ്ഞത്, നമ്മൾ യൂണിറ്റിൽ തന്നെയാണ് കാണേണ്ടത്. അപ്പൊ ടോട്ടൽ കോസ്റ്റില് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അറിയില്ല, പെർ യൂണിറ്റ് നമുക്ക് അറിയില്ല. Plus variable cost per unit we have already calculated as 20. Variable cost 20 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാ കാണാം? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 40,000. BEP എത്ര യൂണിറ്റ് ആണ്? 2000 ആയിട്ട് കുറയാണ് അല്ലെ? BEP 2000 യൂണിറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ 40,000 divided by 2000. Then fixed cost per unit is equal to 20 per unit. Fixed cost per unit is equal to 20 per unit. So total cost is equal to fixed cost 20 plus variable cost 20. So total cost is equal to 40. BEP എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 40 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസും എന്ത് തന്നെയായിരിക്കും? 40. സോ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 40. കാരണം എന്താ? BEP എന്ന് പറയുന്നത് അറ്റ് വിച്ച് ദ പോയിന്റ് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് റവന്യൂസ് ആർ ഈക്വൽ. അപ്പൊ കോസ്റ്റ് തന്നെയായിരിക്കും സെല്ലിംഗ് പ്രൈസ്, എന്നാലാണ് BEP എന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടെ സെല്ലിംഗ് പ്രൈസ് 40.